ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മനോരഥങ്ങൾ, MD വാസുദേവൻ നായരുടെ മനോരഥങ്ങൾ എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി 9 സീരീസായിട്ടുള്ള, എന്നാൽ ചെറുകഥയെ ആസ്പദമാക്കി 9 സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15-നാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഈ 9 ചെറുകഥയെന്ന് പറയുമ്പം ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന 9 ഡയറക്ടർമാരാണ്. ഒന്നാമത് വന്നേക്കുന്നതാണ് ഓളവും തീരവും, ലാലേട്ടൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. പ്രിയദർശനാണ് എൻ്റെ ഡയറക്ഷൻ. 2 എണ്ണമാണ് പ്രിയദർശൻ ചെയ്തേക്കുന്നത്. ഒന്ന് ഓളവും തീരവും, 2 ശിലാലിഖിതവും. രണ്ടാമത് മമ്മൂക്കയെ നായകനാക്കി ഇറക്കിയതാണ് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന രഞ്ജിത്താണ്. മൂന്നാമത് ശ്യാമപ്രസാദിൻ്റെ കാഴ്ച. അഞ്ചാമത് അശ്വതി വി നായരുടെ വിൽപ്പന. ആറാമത്തെ മഹേഷ് നാരായണൻ്റെ ഷെർലോക്ക്. സ്വർഗം തുറന്ന വാതിലുമായി ജയരാജ്. സന്തോഷ് ശിവൻ്റെ അഫ്രം തേടി വീണ്ടും. ലാസ്റ്റ് കടൽക്കാറ്റുമായി രതീഷ് അമ്പാട്ട്. ഇങ്ങനെ 9 എപ്പിസോഡായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ 9 എണ്ണം കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ റിവ്യൂ ആണ്, ഓളവും തീരവും. അതിനുവേണ്ടി 9 സീരീസിൻ്റെയും റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിന് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓളവും തീരവും, പ്രിയദർശൻ ഡയറക്ഷൻ ചെയ്ത ഓളവും തീരവുമാണ്. അപ്പം വീഡിയോട്ട് പോകാം. സന്തോഷ് ശിവൻ ക്യാമറമാൻ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരീസാണ്. നമ്മൾ കണ്ട ട്രെയിലറൊക്കെ കണ്ടതാണ്. സ്റ്റാറിങ് ചെയ്തേക്കുന്ന ലാലേട്ടനും ദുർഗ കൃഷ്ണ, സുലഭി ലക്ഷ്മി, ഹരീഷ് പരടി, മാമുക്കോയ, അങ്ങനെ കുറേ പേരുണ്ട്. മലയാളത്തിൽ തന്നെ കുറേ അറിയപ്പെടുന്ന കുറേ പേരുണ്ട്. അങ്ങനെയെന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ ഒരു നറേഷനിൽ കൂടെയാണ്, ഈ 9 എപ്പിസോഡും നറേഷനിൽ കൂടെയാണ് പുള്ളി ഇന്നത്തെ ഡയറക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതേപോലെയൊക്കെയുള്ള നോവൽ വരുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിക്ക് പ്രണയവുമായിട്ട് ബേസ് ചെയ്ത് ഇത് കണ്ടു മറന്ന്, അപ്പം പണ്ട് എഴുതിയ നോവൽ തന്നെ അടിച്ചു മാറ്റിയായിരിക്കാം ഒത്തിരി കണ്ടു മറന്നൊക്കെ കണ്ട് വരുന്ന ഒരു സ്റ്റോറിയാണ് ഇതിനകത്തുള്ളത്. വലിയ പുതുമയില്ല, പക്ഷേ നമ്മൾ അതിനകത്ത് എടുത്തു വെച്ചേക്കുന്ന മേക്കിങ്, പ്രിയദർശൻ്റെ നേരത്തെ ഇറങ്ങിയ അറബിക്കടലിൻ്റെ സിംഹം നമ്മൾ കണ്ടായിരിക്കുമല്ലോ, കുഞ്ഞാലി മരിക്കർ. അപ്പോൾ അതിനകത്ത് ഒത്തിരി ട്രോളൊക്കെ കിട്ടി. പക്ഷേ പുള്ളി ഇതിനകത്ത് അപ്പോൾ അത്രയും ടെക്നിക്കൽ പരമായിട്ട് നോക്കണ്ട. പക്ഷേ ഇതിനകത്ത് അവർ ആർട്ട് വർക്കുകൾ എന്ന് വെച്ചാൽ പഴയ സമയത്തുള്ള, ഇപ്പോൾ 1950-ലുള്ള വർക്കുകളാണ് ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. അത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ രീതിയിൽ ഓരോ കടകളായാലും, മറ്റേ റേഷൻ കടയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ സമയത്തുള്ള വീട്, പിന്നെ പൈസ പിന്നെ നോട്ടിൻ്റെ ആ രീതി, ആ സമയത്തുള്ള കോസ്റ്റ്യൂം, അതിനകത്ത് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഹെയർ സ്റ്റൈൽ. പിന്നെ താടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ താടി പുള്ളി ഇച്ചിരി ഒന്ന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് വരുമെന്ന് തോന്നി. ലാലേട്ടൻ്റെ ലുക്ക് കിടലിനായിട്ടുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ലുക്ക് സാധാരണ മുതലെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷാജി കൈലാസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വേസ്റ്റ് ഡയറക്ടറും പണ്ടത്തെ ഇച്ചിരി നല്ല ഡയറക്ടറുമായിരുന്നു പുള്ളിക്കാരൻ. മോഹൻലാലിനെ വെച്ച് ചെയ്തേക്കുന്ന പടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലുക്ക് ബേസിൽ പുള്ളി നല്ലൊരു ലുക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ദുരന്തമായിട്ട് മാറിയ ലോങ്, അതിനകത്തും ലാലേട്ടൻ്റെ ലുക്കിൽ ലാലേട്ടൻ നല്ലതായിരുന്നു. പക്ഷേ വിക്കൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ലുക്ക് നല്ലതായിരുന്നു. പക്ഷേ ഇതിനകത്തും ലുക്ക് കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോരോ ആംഗിൾ ഷോട്ടായാലും, പിന്നെ ആ സമയത്തുള്ള ഒഴുക്ക്, ഇപ്പോൾ ഇപ്പോഴത്തെ കൂട്ടുള്ള ഒന്നുമല്ല, എവിടെങ്ങാണ്ട് ആൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു. നല്ല ആ ഭാഗമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മാമുക്കോയ കുറച്ച് ഭാഗമേ ഉള്ളൂ, അത് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ദുർഗയുടെ അത്രയ്ക്കും പ്രായം കുറവാണ് ദുർഗയ്ക്ക്. പക്ഷേ ഞാൻ കണ്ടത് ഇപ്പോൾ 10 വർഷത്തോളം കണ്ടായി പുള്ളി കാര്യം അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇച്ചിരി ക്യാരക്ടറായിട്ട് തോന്നിയത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ സുലഭി ലക്ഷ്മി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ പ്രായം ബേസിൽ, പ്രായമൊക്കെ ഇവർക്ക് കുറവാണെന്ന് തോന്നുന്നു, പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹരീഷ് പേരടിയുടെ വില്ലൻ വേഷം, അത് ആ ലുക്ക് ബേസ് ആയാലും ആ സമയത്ത് ഉള്ള രീതി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, ട്രെയിലറിൽ കണ്ടു കാണും. അത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കൂട്ട് അടിച്ചു പൊളിയല്ല. അതിപ്പോൾ നമ്മളൊരു നോർമലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഫൈറ്റ്, അതേപോലെ നല്ല രീതിയിൽ ആ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമൊക്കെ വരുന്നതുണ്ടല്ലോ, ഇപ്പോൾ ഒറിജിനാലിറ്റി ഉള്ളത്, അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും, ആ വർക്ക് കൊണ്ടും എല്ലാം നല്ല രീതി. അപ്പോൾ നമുക്കൊരു നോവൽ കാണുന്ന രീതിയിലുള്ള സംഭാഷണം എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ അതിലൊരു വളയിടുന്ന ഒരു സീനുണ്ട്. വളയിടുന്ന സീന് നല്ല രീതിയിൽ കളർഫുള്ളും ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ ചേർന്ന ഒരു സീൻ. അത് കണ്ടു തന്നെ നോക്കിയാൽ മതി. എനിക്ക് നല്ല രീതിയിൽ ആ ഒരു സീൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു നോവലിനെ ഈ ഓളം തീരം എന്ന് പറഞ്ഞത് നോവലായിട്ട് സിനിമയെ പോലത്തെ രീതി വന്നപ്പം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമായി. പിന്നെ 9 എണ്ണത്തിൻ്റെയും ഞാൻ പറയും, അത് ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ലാലേട്ടൻ്റെ കുറേ നാൾക്ക് ശേഷമുള്ള ഒരു അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമ കണ്ട്. ഇതിനു മുമ്പൊന്നും പുള്ളി അങ്ങനെയുള്ള രീതിയും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് ഒരു തടി തുഴയുന്നൊരു സീനുണ്ട്. തടി തുഴയുന്ന സീനിനകത്ത് ലാലേട്ടൻ വെള്ളത്തിലുള്ള പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. ഇതിനകത്തും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പൊട്ടി പോകുന്നൊരു സീനുണ്ട്, വെള്ളം പൊട്ടുന്നൊരു സീനുണ്ട്. അന്നേരം ഒരു നിലയില്ലാത്ത വെള്ളത്തിൽ നീന്താൻ പറ്റും, പക്ഷേ ഇതിനകത്ത് പുള്ളി ഉന്തി കയറുന്നതായിട്ട് കാണിക്കുന്നത്. അത് രണ്ട് ഷോട്ടായിട്ട് എനിക്ക് തോന്നി. നിലയില്ലാത്ത വെള്ളത്തിൽ അങ്ങനെ ഉന്തി കയറാൻ പറ്റത്തൊന്നുമില്ല. ഇതിനകത്ത് ഉന്തി കയറുന്നതായിട്ട് പുള്ളി കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിലയില്ലെന്ന് മനസ്സിലായി. പക്ഷേ അല്ലാത്തുള്ള ഷോട്ടിലൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡയറക്ഷൻ ബേസിലും എല്ലാ ബേസിലും BGMലും ബേസിലും എല്ലാം നല്ലോണം പിടിച്ച് ഒരു ഇമോഷണി കണക്റ്റാക്കി നല്ലോണം ചെയ്തിട്ടുണ്ട് ഈ ഒരു നോവലിനെ നോക്കി പ്രിയദർശൻ 2 ചെയ്തിട്ടുണ്ട്. ഒന്ന് ശിലാലിഖിതം എന്ന് തോന്നുന്നു. ശിലാലിഖിതം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ. ചാനലൊന്ന് സബ്സ്ക്രൈബ്.